ദേവ്യായ യാദാദമിദം ജഗദാത്മശക്ത്യാം നിശേഷദേവഗണശക്തി സമൂഹമൂർത്യാം താമംബികാമഖിലദേവമഹർഷി പൂജ്യാം ഭക്ത്യാ നദാസ്മ വിദദാതു ശുഭാനി സാനാം. ദേവ്യായ യാദാദമിദം ജഗദാത്മശക്ത്യാം നിശേഷദേവഗണശക്തി സമൂഹമൂർത്യാം താം അംബികാം അഖിലദേവമഹർഷി പൂജ്യാം ഭക്ത്യാ നദാസ്മ വിദദാതു ശുഭാനി സാന. നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ, എല്ലാ ദേവഗണങ്ങളുടെയും ശക്തി സമൂഹം ഒത്തുചേർന്ന ശരീരത്തോടു കൂടിയ യയാദേവ്യ ഏതൊരു ദേവിയാൽ ആത്മശക്തിയ സ്വന്തം ശക്തി കൊണ്ട് ഇതം ജഗത് ആദതം ഈ ജഗത്ത് വ്യാപ്തമായിരിക്കുന്നുവോ അഖില ദേവ മഹർഷി പൂജ്യാം എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജിക്കപ്പെടുന്നവളായ താം അംബികാം ആ അംബികയെ ഭക്തിയാ നദാസ്മ ഭക്തിയോടുകൂടി ഞങ്ങൾ നമസ്കരിക്കുന്നു. സാ അവൾ അല്ലെങ്കിൽ ആ ദേവി ന നമുക്ക് ശുഭാനി വിദദാതു ശുഭങ്ങളെ നൽകട്ടെ. എല്ലാ ദേവഗണങ്ങളുടെയും ശക്തി സമൂഹം മൂർത്തീഭവിച്ചവളും സ്വശക്തിയാ ജഗത്ത് മുഴുവൻ വ്യാപിച്ചവളും എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജ്യയും ആയ അംബികയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ആ ദേവി ഞങ്ങൾക്ക് ശുഭം നൽകട്ടെ. ഇന്ദ്രാദികളായ ദേവന്മാരുടെ സ്തുതി ആരംഭിക്കുകയാണ്. ആത്മശക്തി കൊണ്ട് ജഗത്താകെ വ്യാപിച്ചിരിക്കുന്നവളാണ് ദേവി. സ്വന്തം ശക്തി കൊണ്ട് പ്രപഞ്ച രൂപത്തിൽ പ്രകാശിക്കുന്നവൾ. ജഗത്തായി രൂപം കൊള്ളുന്ന ചൈതന്യമായതുകൊണ്ട് ജഗത്താകെ ആ ചൈതന്യത്താൽ വ്യാപ്തമാണ്. ചരവും അചരവും ജീവനുള്ളതും ജീവനില്ലാത്തതുമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവീമയമാണ്. ദേവിയിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഈ കഥാസന്ദർഭത്തിൽ ദേവി സർവദേവ ശരീരജങ്ങളായ തേജസ്സുകൾ ഒന്നിച്ചു ചേർന്ന് രൂപം കൊണ്ടതായിട്ടാണ് 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. നിത്യയാണെങ്കിലും ജഗന്മൂർത്തിയായ ദേവി ദേവകാര്യസിദ്ധിക്കായി രൂപം സ്വീകരിക്കുമ്പോൾ ദേവി ഉൽപ്പന്നയായി എന്ന് പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇതും. ദേവന്മാരും അസുരന്മാരും ദേവീ ചൈതന്യത്തിൻ്റെ രൂപങ്ങളാണെങ്കിലും ഒന്നിനെ സംഹരിക്കുകയും മറ്റൊന്നിനെ പോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് ധർമ്മസ്ഥിതിക്ക് ആവശ്യമായി തീർന്നതുകൊണ്ട് ദേവഗണ ശക്തികളിൽ നിന്ന് ദേവി രൂപം കൊണ്ടു. ദേവി എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജ്യയാണ്. ദേവന്മാർക്കും മഹർഷിമാർക്കും അതീതിയായ പരാശക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരാലും ആരാധ്യയുമാണ്. അപ്രകാരമുള്ള അംബികയെ ഞങ്ങൾ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. ആ ദേവി ഞങ്ങൾക്ക് ശുഭം വരുത്തട്ടെ, ഞങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ എന്നാണ് അഭ്യർത്ഥന. യസ്യാ പ്രഭാവമതുലം ഭഗവാനനന്ദോ ബ്രഹ്മാഹരശ്ച നഹി വക്തുമലം ബലം ചാം സാ ചണ്ഡികാഖില ജഗത് പരിപാലനായ നാശായ ചാശുഭഭയസ്യ മതിം കരോതു. യസ്യാ പ്രഭാവമതുലം ഭഗവാനനന്ദോ ബ്രഹ്മാഹരശ്ച നഹി വക്തും അലം ബലം ച സാ ചണ്ഡികാഖില ജഗത് പരിപാലനായ നാശായ ചാശുഭഭയസ്യ മതിം കരോതു. യസ്യാ അതുലം പ്രഭാവം ഏതു ദേവിയുടെ തുല്യതയില്ലാത്ത പ്രഭാവവും ബലവും വക്തും പറയുന്നതിന് അല്ലെങ്കിൽ വിവരിക്കുന്നതിന് ബ്രഹ്മാവും ഭഗവാൻ അനന്തനായ ഭഗവാനും ഹരനും ന അലം ഹി മതിയാകുകയില്ല തന്നെ. സാ ചണ്ഡിക ആ ചണ്ഡികാദേവി അഖില ജഗത് പരിപാലനായ അഖില ജഗത്തിൻ്റെയും പരിപാലനത്തിനായും അശുഭഭയസ്യ അശുഭത്തെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ നാശത്തിനായിക്കൊണ്ടും മതിം കരോതു ബുദ്ധിയെ ചെയ്യട്ടെ അല്ലെങ്കിൽ മനസ്സ് വെക്കണമേ. ഏതൊരു ദേവിയുടെ തുല്യതയില്ലാത്ത പ്രഭാവത്തെ വർണ്ണിക്കുന്നതിന് ബ്രഹ്മാവും ഭഗവാനായ അനന്തരും ഹരനും മതിയാകുകയില്ലയോ ആ ചണ്ഡികാദേവി സകല ജഗത്തിൻ്റെയും പരിപാലനത്തിനും അശുഭങ്ങളിൽ നിന്നുള്ള ഭയത്തിൻ്റെ നാശത്തിനും മനസ്സ് വയ്ക്കട്ടെ. ദേവിയുടെ അതുലമായ പ്രഭാവവും ബലവും സൂചിപ്പിക്കുന്നു. ആ പ്രഭാവത്തെ മറ്റൊന്നുമായി തുലനം ചെയ്യാൻ സാധ്യമല്ല. ബ്രഹ്മാവിനും ഭഗവാനായ അനന്തരും ഹരനും അത് കഴിയുകയില്ല എന്ന് ദേവന്മാർ ഉറപ്പിച്ചു പറയുകയാണ്. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന പോലെ തന്നെ വേദങ്ങളുടെയും സൃഷ്ടാവാണ്. ബ്രഹ്മാവിൽ നിന്നാണ് അകാരാദി ക്ഷകാരാന്ത രൂപമായ ശബ്ദബ്രഹ്മവും ഉത്ഭവിച്ചത്. അങ്ങനെയുള്ള ബ്രഹ്മാവിനും ദേവിയുടെ പ്രഭാവം വർണ്ണിക്കാൻ കഴിവില്ലെന്ന് തീർച്ചയാണ്. ഭഗവാനായ അനന്തനും കഴിവില്ല. അനന്തൻ എന്ന പദം വിഷ്ണുവിനെയും സഹസ്രപടനായ ആദിശേഷനെയും കുറിക്കുന്നുണ്ട്. വ്യാപനശീലനും വിശ്വത്തെ
ജഗത്തിന്റെ സ്ഥിതികാരകനുമായ വിഷ്ണുവിനും ദേവിയുടെ പ്രഭാവം വർണ്ണിക്കാൻ കഴിവില്ല. അനന്തശബ്ദത്തിന് ആദിശേഷൻ എന്നർത്ഥം പറഞ്ഞാൽ 1000 മുഖങ്ങളും 2000 നാവുകളുമുള്ള നാഗരാജാവായ അനന്തനും ദേവീ പ്രഭാവം വർണ്ണിക്കാൻ കഴിവില്ല എന്നർത്ഥം. ഹരനും ദേവിയുടെ പ്രഭാവം വർണ്ണിക്കാൻ കഴിവില്ല. പശുപതിയായ ഹരൻ മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് 64 കോടി തന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവശക്തികളെയും ഉദ്ധരിക്കാനും പ്രീതിപ്പെടുത്താനും വശത്താക്കാനുമുള്ള പ്രയോഗങ്ങൾ അവ ഉൾക്കൊള്ളുന്നുണ്ട്. മഹാദേവിയുടെ പതിയുമാണ്. എങ്കിൽ പോലും ശ്രീ പരമേശ്വരനും ദേവിയുടെ പ്രഭാവം വർണ്ണിക്കാൻ കഴിവില്ല. അപ്രകാരം അതുലവും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും സഹസ്രശീഷ്ണായ അനന്തനും വർണ്ണിക്കാനാകാത്തതുമായ പ്രഭാവവും ബലവുമുള്ള ചണ്ഡികാദേവിയോട് അഖില ജഗത്തിന്റെ പരിപാലനത്തിനും അശുഭഭയങ്ങളുടെ നാശത്തിനും വേണ്ടി ദേവന്മാർ ഇവിടെ അഭ്യർത്ഥിക്കുന്നു.